ശബരിമല സ്വർണ്ണ മോഷണ കേസ് ഇ.ഡി. അന്വേഷിക്കുമെന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇ.ഡിക്ക് മുഴുവൻ രേഖകളും നൽകാൻ വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നു. റിമാൻഡ് റിപ്പോർട്ടും FIS അടക്കമുള്ള രേഖകൾ ഇ.ഡിക്ക് കൈമാറണമെന്നും വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. അതിൻ്റെ വിവരങ്ങളുമായി ഇപ്പോൾ രാജ്കുമാർ ചേരുക. രാജ്കുമാർ, ഏതായാലും SITയുടെ ആവശ്യം പാടെ തള്ളിക്കൊണ്ടാണ് വിജിലൻസ് കോടതി തീരുമാനമെടുത്തിരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നു. SITയുടെ അന്വേഷണത്തെ ബാധിക്കുമെന്നായിരുന്നു SIT നേരത്തെ നിലപാടെടുത്തത്. ഇപ്പോൾ ഏതായാലും ഇ.ഡി അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു സ്വർണ്ണമോഷണം. അതെ, നിലവില് ഇ.ഡി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഈ കേസ് അന്വേഷിക്കുന്നത് കൊണ്ട് കള്ളപ്പണത്തിന്റെ ഇടപാട് അന്വേഷിക്കുന്നത് SIT അന്വേഷണത്തെ എങ്ങനെ ബാധിക്കുമെന്നുള്ള ഒരു വാദമുഖം അവർ ഉന്നയിച്ചിരുന്നു. അത് ഇപ്പോൾ അംഗീകരിച്ചുകൊണ്ടാണ് ഈ കൊല്ലം വിജിലൻസ് കോടതി അവർക്ക് മുഴുവനും രേഖകൾ, അതായത് FIR മാത്രമല്ല FIS ഉൾപ്പെടെയുള്ള മുഴുവനും രേഖകൾ കൈമാറാനായി ഇപ്പോൾ ഈ ഉത്തരവിട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവരത് ഇന്ന് തന്നെ അവർക്ക് അതിന്റെ ഇന്നോ നാളെയോ പകർപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. അതനുസരിച്ച് അവർ അന്വേഷണം നടത്താനാണ് അവരുടെ നീക്കം. കാര്യം ഇതിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള ഈ പ്രതികൾ ഇത് ഈ പല സ്ഥലത്തും കൊണ്ടുപോയി ഇതിന്റെ സ്വർണം വിറ്റു, അല്ലെങ്കിൽ ആ നിലയിൽ അതിനെ ദുരുപയോഗം ചെയ്തു. അതൊരു ഈ പവിത്രമായിട്ടുള്ള ഒരു പൊന്നുകൂടിയാണ് എന്നെല്ലാം പറഞ്ഞ് പല സ്ഥലത്തും ഇത് വിൽപ്പന ചരക്കാക്കിയിട്ടുണ്ട്. കോടികളുടെ ഇടപാടുകൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട് തുടങ്ങിയ പല ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ ആരോപണങ്ങളെല്ലാം ഇത് ശരിയാണോ എന്ന് അന്വേഷിക്കണമെന്നാണ് ഈ ഇ.ഡി കോടതിയിൽ ആവശ്യപ്പെട്ടത്. SIT അതിനെ ചോദ്യം ചെയ്തില്ല. SIT പറഞ്ഞത് കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായും അത് അന്വേഷിക്കുന്നതിന് ഞങ്ങൾ എതിരല്ല, അത് അന്വേഷിച്ചോട്ടെ എന്ന് തന്നെയായിരുന്നു SITയുടെ നിലപാട്. പക്ഷേ അതേസമയം മറ്റുള്ള രേഖകൾ നൽകുമ്പോൾ അത് SIT നിലവിൽ കണ്ടെത്തിയ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഈ കള്ളപ്പണത്തിന്റെ അല്ല, അതിൽ മറ്റു ചില ആൾക്കാർക്കുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഇതെന്തൊക്കെ ചെയ്തു, എവിടൊക്കെ കൊണ്ടുപോയി എന്നുള്ള അത്തരം വിവരങ്ങൾ ഇവർക്ക് കൈമാറിയാൽ ഇവർ അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ അതിലുള്ള തെളിവുകൾ നശിക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു SITയുടെ ഇതിനകത്തുള്ള വാദം. പക്ഷെ ആ വാദം കോടതി അംഗീകരിച്ചില്ല. ഹൈക്കോടതിയിൽ നിന്ന് ഒരു നിർദ്ദേശവുമായിട്ടാണ് ഇ.ഡി ഈ വിജിലൻസ് കോടതിയിൽ എത്തിയതും. രണ്ടും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം എന്ന് നമുക്ക് തത്വത്തിൽ പറയാം. രാജ്കുമാർ, ഇതിൽ നമുക്കറിയാം SIT അന്വേഷിക്കുന്നവർ ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ അന്വേഷണം ഏറെക്കുറെ പൂർത്തിയാകുന്ന ഒരു സാഹചര്യമാണ്. അതിൽ അന്വേഷിച്ചത് ഈ സ്വർണ്ണമോഷണം നടന്നിട്ടുണ്ടോ, അതിൽ ഉത്തരവാദികൾ ആരൊക്കെ, ഇതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണത്തിൻ്റെ ഭാഗമായി നിരവധി പേർ കസ്റ്റഡിയിലാവുകയും ചെയ്തത്. അതിൽ ഏറ്റവും പ്രധാനം ഈ അന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഒരു അട്ടിമറി, ഒരു മോഷണമാണിതെന്ന് ആദ്യം തന്നെ ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലായവർ ഭൂരിഭാഗം പേരും കോൺഗ്രസ് അനുകൂല സംഘടനയിലെ അംഗങ്ങളുമാണ്. ഇതിലിപ്പോൾ ഇ.ഡി പ്രധാനമായി അന്വേഷിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട ഈ പണം കൈമാറ്റം നടന്നിട്ടുണ്ടോ, മറ്റേതെങ്കിലും തരത്തിൽ അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ടോ എന്ന വിവരങ്ങളായിരിക്കും അന്വേഷിക്കുക. അന്വേഷണം ഏത് തരത്തിലാകണമെന്ന് സംബന്ധിച്ച് വിജിലൻസ് കോടതി ഇ.ഡിക്ക് നിർദ്ദേശങ്ങൾ വല്ലതും നൽകിയിട്ടുണ്ടോ? നിർദ്ദേശമില്ല. ഇവര് ആവശ്യപ്പെട്ട രേഖകൾ മുഴുവനും നൽകാൻ, അതായത് ഇ.ഡി ആവശ്യപ്പെട്ട രേഖകൾ മുഴുവനും നൽകാനാണ് നിലവിൽ വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. SIT അതിൽ ഉന്നയിച്ചിട്ടുള്ള ഇതെല്ലാം ഈ അടച്ചുപൂട്ടിയ കോടതി മുറിക്കുള്ളിലാണ് ഇതെല്ലാം വാദങ്ങളെല്ലാം നടന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ വിവരം ഒരിക്കലും നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതിനോ ഇനി അറിഞ്ഞാൽ തന്നെ പറയാനോ നമുക്ക് കഴിയില്ല. അപ്പൊ അതിനുള്ളിൽ നടന്ന വാദങ്ങളും നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങളുമാണ് നമ്മൾ പങ്കുവെക്കുന്നത്. അതിൽ പൂർണ്ണ വിവരങ്ങൾ നമ്മുടെ പക്കൽ ലഭ്യവുമല്ല. അതേസമയം തന്നെ ഇതിൽ ഇ.ഡി ഉന്നയിച്ച വാദം, അതായത് ഞങ്ങൾ കള്ളപ്പണത്തിന്റെ ഇടപാട് അന്വേഷിക്കുന്നത് നിങ്ങളെ എങ്ങനെ ബാധിക്കും, SITയുടെ അന്വേഷണത്തെ അത് ബാധിക്കുന്നില്ലല്ലോ, ഞങ്ങൾ ഇത് മാത്രമല്ലേ അന്വേഷിക്കുന്നു എന്നാണ് ഇ.ഡി പറഞ്ഞത്. അതേസമയം SITക്ക് ഇതിനകത്ത് ഉന്നയിച്ചിട്ടുള്ള ഒരു ആശങ്ക, രേഖകൾ മുഴുവനും ആവശ്യപ്പെടുമ്പോൾ ഇപ്പോൾ FIR ഉൾപ്പെടെയുള്ള അതൊക്കെ നൽകുന്നതിന് കുഴപ്പമില്ല, പക്ഷെ മൊഴിപ്പകർപ്പുകളും അതുപോലെയുള്ള രേഖകൾ കൈമാറിയാൽ ആ അന്വേഷണം പല തലങ്ങളിലേക്ക് ഇനിയും SITക്ക് പോകാനുണ്ട്. ആ മൊഴികളിൽ പലരുടെയും പേരുകൾ ഉണ്ടാവും. ആ പേരുകളിലേക്ക് ഇ.ഡി പോയി അന്വേഷിച്ചാൽ അവർക്ക് മനസ്സിലാകും അവർ ഈ കേസിനകത്തുള്ള അവർ പ്രതിയാകാൻ സാധ്യതയുണ്ടെന്ന് കരുതി അവർ ചിലപ്പോൾ തെളിവുകൾ നശിപ്പിക്കാൻ ഇടവരുത്തും എന്നുള്ള ഒരു ആശങ്ക മാത്രമാണ് SIT ഇത് മുന്നോട്ട് വെച്ചത്. കാര്യം ഈ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതിൽ തങ്ങൾക്ക് എതിർപ്പില്ലെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു പ്രോസിക്യൂഷൻ. രാജ്കുമാർ, ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ എടുത്ത നിലപാട് വളരെ കൃത്യമാണ്. ഈ സ്വർണ്ണമോഷണം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും മറ്റ് നടപടികളിലേക്ക് പോകാൻ ക്രൈംബ്രാഞ്ച് അന്വേഷണം അടക്കം സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇവിടെ നിലവിൽ നേരത്തെ SIT ഉന്നയിച്ച ഒരു സംശയമാണ്, ഈ FIRന്റെ പകർപ്പ് നൽകുന്നതിനുപരിയായി മൊഴിപ്പകർപ്പ് അടക്കമുള്ളവ നൽകുമ്പോൾ അന്വേഷണം സ്വാഭാവികമായും SIT അന്വേഷണത്തെ അത് സാരമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സമാന്തരമായ ഒരു അന്വേഷണം വേണ്ട എന്ന നിലപാട് അവിടെ SIT കോടതിക്ക് മുമ്പാകെ പറയുകയും ചെയ്തത്, അല്ലേ? അതെ, അത് ഭാഗികമാണ്. അതായത് ഈ നിലവിൽ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞതുപോലെയാണ്, കള്ളപ്പണത്തിന്റെ ഇടപാട് അന്വേഷിക്കലാണ് ഇ.ഡിയുടെ പണി. അതവർ അന്വേഷിക്കുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല. പക്ഷെ അതേസമയം ഇതിനകത്തുള്ള രേഖകൾ ആവശ്യപ്പെടുമ്പോൾ ഇത് പലതരത്തിലും ഇനിയും ചിലപ്പോൾ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ അവിടുത്തെ ഫ്രണ്ട്
ദേവസ്വം ഫ്രണ്ട് എന്ന് പറയുന്ന ആ ഒരു സംഘടന കോൺഗ്രസ് അനുകൂല സംഘടനയാണ്. കോൺഗ്രസിന് വേണ്ടി സജീവമായി രംഗത്ത് നിൽക്കുന്ന ഒരു സംഘടനയാണ്. അതിലുള്ള നേതാക്കളെല്ലാം കോൺഗ്രസിന്റെ നേതാക്കൾ, ഈ പ്രയാർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ നേതാക്കളായി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കാലഘട്ടത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കൊണ്ട് കയറ്റിയെന്നും ഇപ്പോൾ AICCയുടെ നേതാവിന്റെ വരെയുള്ള ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ചിത്രങ്ങൾ മുഴുവനും ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുകയാണ്. ഉത്തരം മുട്ടിയ അവസ്ഥയിൽ കൂടിയാണ് കോൺഗ്രസ് കടന്നു പോകുന്നത്. സ്വാഭാവികമായും ഇതിനകത്തുള്ള പ്രതികൾ ഇനിയും ഇതിലേറെ കോൺഗ്രസിന്റെ ഇത് അനുഭാവമുള്ള അല്ലെങ്കിൽ കോൺഗ്രസുമായി ബന്ധമുള്ള പ്രതികളിലേക്ക് എത്താനും സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ ഗവൺമെന്റ് ഇതിനകത്ത് സുതാര്യമായ ഒരു നിലപാട് സ്വീകരിക്കുകയും കുറ്റം ചെയ്തവർ ആരായിരുന്നാലും അയ്യപ്പന്റെ ഒരു തരി പൊന്ന് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ആ നിയമത്തിന്റെ മുന്നിൽ വരണം. അവർ ഈ കൊണ്ടുപോയ പൊന്ന് എത്ര കൊണ്ടുപോയിട്ടുണ്ടോ അത് എത്രയാണെങ്കിലും ശരി അത് മുഴുവനും കണ്ടെത്തണം. ഇതായിരുന്നു സർക്കാർ നിലപാട്. രാജ്കുമാർ, സ്വാഭാവികം നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലുകളാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങൾ, ഫോട്ടോകൾ പുറത്തു വന്നത്. സോണിയാഗാന്ധിക്ക് കയ്യിൽ രാഖി ചാർത്തി കൊടുക്കുന്നത്, അതോടൊപ്പം തന്നെ പ്രയാർ ഗോപാലകൃഷ്ണന്റെ സമയത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആ ശബരിമലയിലെ നിത്യ സാന്നിധ്യമായി മാറുകയൊക്കെ ചെയ്യുന്നത്. അതിന് പിന്നാലെയാണ് ഈ കോൺഗ്രസ് സംഘടനയിൽപ്പെട്ട നേതാക്കൾ, ജീവനക്കാർ, അതിൽ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ദേവസ്വം ബോർഡ് സെക്രട്ടറി അടക്കമുള്ളവർ അതിൽ പങ്കാളികളാവുകയും അവരെല്ലാം ജയിലിലേക്കുള്ളിൽ പോവുകയും ചെയ്തത്. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ കോൺഗ്രസിലേക്ക് അന്വേഷണം മൊത്തം കോൺഗ്രസ് നേതാക്കളിലേക്കും കോൺഗ്രസിൻ്റെ അനുകൂല സംഘടനകളിലേക്കും വരുന്ന സാഹചര്യത്തിലാണ് വളരെ സമർത്ഥമായി തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് വലിയ മാധ്യമങ്ങളടക്കം വലിയ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ED ഇക്കാര്യത്തിൽ വരുന്നതിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്. കേരളത്തിൽ നടക്കുന്ന പല വിഷയങ്ങളെ EDയുടെ താല്പര്യത്തെക്കുറിച്ചും കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഇവിടെ വരുന്നൊരു വിഷയം, സമാന്തരമായ അന്വേഷണം നടത്തിക്കോട്ടെ ED, പക്ഷേ രേഖകൾ നൽകുന്നത് എന്തിനെന്നുള്ളത്, SIT അന്വേഷണത്തിൻ്റെ രേഖകൾ നൽകുന്നത് എന്തെന്നുള്ള ചോദ്യം SIT ചോദിക്കുന്നത് തന്നെയാണ് വളരെ പ്രസക്തമായിട്ടുള്ളത്. ഇത് ഒരു രഹസ്യ സ്വഭാവത്തോടുകൂടി ഈ കേസ് അന്വേഷിക്കണമെന്ന് നിർദ്ദേശിച്ചതും ഹൈക്കോടതി തന്നെയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് SIT ഹൈക്കോടതിയുടെ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് SIT കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇത് അടച്ചുപൂട്ടിയ മുറിക്കുള്ളിൽ തന്നെ ഇതിന്റെ വാദങ്ങൾ നടക്കണം. ഇത് സെൻസിറ്റീവായ ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് അനാവശ്യമായ കാര്യങ്ങളും മറ്റും പുറത്തു പോകാൻ വഴിയൊരുക്കും. അതുകൊണ്ട് ഇത് ആ ഒരു രഹസ്യ സ്വഭാവത്തിൽ തന്നെ അന്വേഷണവും എല്ലാം രഹസ്യ സ്വഭാവത്തിലുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ ഇതിനെ കൊണ്ടുപോകണമെന്നുള്ളതായിരുന്നു ആവശ്യം. ആ ആവശ്യം അംഗീകരിച്ചാണ് ഇത്രയും നാളായി ഈ കഴിഞ്ഞ കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കേസ് മാറ്റിയത്. അന്നു മുതൽ ഇന്ന് വരെ അത് അടച്ചുപൂട്ടിയ മുറിക്കുള്ളിൽ ഇതിന്റെ ഈ പ്രതിഭാഗവും അതുപോലെ പ്രോസിക്യൂഷനും EDയുടെ അഭിഭാഷകനും ഉൾപ്പെടെയുള്ളവർ, ജഡ്ജി ഉൾപ്പെടെയുള്ളവർ മാത്രം ബന്ധപ്പെട്ടുകൊണ്ട് അതിനകത്തുള്ള ഈ ചർച്ചകളെല്ലാം പുരോഗമിക്കുന്നത്. നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് തന്നെ ഒരു പ്രതിക്കൂട്ടിലായ ഒരു സാഹചര്യമുണ്ട്. ഇതില് അവര് ഈ പാരഡി ഗാനവും മറ്റും ഇറക്കി CPM ഇതില് ആൾക്കാരെയും മറ്റും താറടിക്കാൻ ശ്രമിച്ചപ്പോൾ അതിലേറെ ആളുകൾ അവരുടെ നേരെ വിരൽ ചൂണ്ടുന്ന അവസ്ഥയിലേക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഈ ചിത്രങ്ങൾ മുഴുവനും പ്രചരിക്കുകയും ചെയ്തു. ഇപ്പൊ ശരിക്കും അങ്കലാപ്പിലായിരിക്കുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കളുമാണ്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇതെല്ലാം ആയുധമാക്കാനിരുന്ന കോൺഗ്രസിന് കിട്ടിയ വലിയ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ സിജു സൂചിപ്പിച്ച ഈ ചിത്രങ്ങളും അതിന്റെ തെളിവുകളും. അപ്പോൾ ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യമായി ശബരിമലയിൽ എത്തിച്ചത് കോൺഗ്രസിന്റെ നേതാക്കളാണ്. അയാൾക്ക് ഈ കള്ളത്തരം കാണിക്കുന്നതിനും അല്ലെ സ്വർണം മോഷ്ടിക്കുന്നതിനും ഇതുപോലെ ഒരു വലിയ കവർച്ച നടത്തുന്നതിനുള്ള പച്ച പരവതാനി വിരിച്ചു കൊടുത്തത് ഈ കോൺഗ്രസിന്റെ ഭരണകാലത്തായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവരുമായിട്ടുള്ള ഇവരുടെ പൂർവ്വകാല ബന്ധങ്ങൾ സംബന്ധിച്ച രഹസ്യ കാര്യങ്ങളെല്ലാം SITയുടെ അന്വേഷണത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി അതെല്ലാം EDയുടെ പക്കലേക്ക് ഇപ്പോൾ വരാൻ പോവുകയാണ്. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. സ്വർണ്ണ മോഷണ കേസ്, ശബരിമലയിലെ സ്വർണ്ണ മോഷണ കേസ് ED അന്വേഷിക്കും. റിമാൻഡ് റിപ്പോർട്ടും FIS-ഉം അടക്കമുള്ള രേഖകൾ EDക്ക് കൈമാറണമെന്ന് കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. വിവരങ്ങളാണ് രാജ്കുമാർ നൽകിയത്.